ഇവിടുത്തെ ഫ്ലോറിങ് നിങ്ങൾ നോക്കിയാൽ കാണാം. ഇതും 2x2 സൈസിലെ താണ്ടൂർ സ്റ്റോൺ ആണിത്. പിന്നെ ഈ ഒരു കാണുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഫിലോഡൻഡ്രോൺ ബേൾമാക്സ് എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ അടുത്തടുത്ത് പ്ലാന്റ്സുകൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ലീഫിൻ്റെ മുകളിൽ ഫംഗൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ഏരിയ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റ് ആണ് ഈ ടെർമിനാലെ ഗ്രീൻ. അതിൻ്റെ വെരിഗേറ്റ് ടൈപ്പും ഉണ്ട്. കാട് ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള നമ്മളൊരു 1 year മുൻപ് വർക്ക് കഴിഞ്ഞൊരു സൈറ്റിലാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിനെ കുറിച്ചിട്ടും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോൺസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു സിറ്റിയിൽ തന്നെ വളരെ പരിമിതമായിട്ടുള്ളൊരു സ്പേസിൽ ഉണ്ടാക്കിയ ഒരു വീടാണ്. അപ്പം ഇത്തരം പരിമിതമായ ഒരു സ്പേസിൽ എങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്യാമെന്നും ഇവിടെ എന്തൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാമെന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീടിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്തത് വളരെ കുറഞ്ഞ ഏരിയ മാത്രമേ ഈ ഒരു വീടിന് മുറ്റമായിട്ടുള്ളൂ. അതായത് കുറച്ച് കാർ പോർച്ച്, അതേപോലെ തന്നെ കുറച്ചൊരു ലാൻഡ്സ്കേപ്ഡ് ഏരിയ, ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് വീടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സിറ്റി പോലത്തെ ഒരു സ്ഥലങ്ങളിൽ നമ്മൾ എങ്ങനെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഭംഗിയാവാന്നുള്ളത്, അതേപോലെ തന്നെ ഗ്രീനറി എവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്, ഇവിടെ സ്റ്റോൺ നമ്മൾ താണ്ടൂർ സ്റ്റോൺ ആണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തായാലും ബാക്ക് സൈഡിലായാലും ഒക്കെ, നമ്മൾ ഫ്രണ്ടിലായാലും കാർ പോർച്ച് ആയാലും ഒക്കെ കംപ്ലീറ്റ് താണ്ടൂർ സ്റ്റോൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ താണ്ടൂർ സ്റ്റോണൊക്കെ നമ്മൾ 50 mm തിക്നെസ് 2x2 സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 feet നമ്മൾ 2 സൈഡിലായിട്ട് 2x2 സൈസിലാണ് നമ്മളിവിടെ താണ്ടൂർ സ്റ്റോൺ ചെയ്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഗ്യാപ്പിലും നമ്മൾ 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ അതിൽ ഗ്രൗട്ട് വെച്ച് ഫില്ല് ചെയ്തതാണ്. അപ്പോൾ താണ്ടൂർ സ്റ്റോൺ പല ആളുകളും ചോദിക്കാറുണ്ട് ഏത് സ്റ്റോണാണ് നമുക്ക് ഫ്രണ്ടിലോ അല്ലെങ്കിൽ വീട്ടിൽ ചെയ്യാനുള്ളത്. പക്ഷെ നമുക്ക് സ്റ്റോൺ ഏത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 mm സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാറ് കയറി കഴിഞ്ഞാലോ മറ്റുള്ള ലോറികൾ വന്നു കഴിഞ്ഞാലും അത് പൊട്ടുന്ന ഒരു വെയിറ്റിൽ കൂടുതൽ, അതായത് 100 ഫൂട്ടിൻ്റെ മണ്ണ് കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന ലോറികളെക്കാൾ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത് നല്ല കറക്റ്റ് കോമ്പാക്ട് ചെയ്തൊരു മുറ്റമാണ്, ബേബിച്ചിലൊക്കെ ഇട്ട് കറക്റ്റ് ലെവൽ ചെയ്ത സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ താണ്ടൂർ സ്റ്റോൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ബഡ്ജറ്റീവായിട്ട്, ബാംഗ്ലൂർ സ്റ്റോണിനേക്കാൾ കുറച്ചുകൂടി ബഡ്ജറ്റീവായിട്ടൊരു സ്റ്റോണാണ് ഈ താണ്ടൂർ സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ താണ്ടൂർ സ്റ്റോൺ ഇവിടെ 2x2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ഈ ഒരു വീടിൻ്റെ ഏരിയ, അത് നമുക്ക് മുറ്റം എന്നുള്ളൊരു ഏരിയ വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഈ ഒരു സ്റ്റെപ്പും ഈ 2 സൈഡിലായിട്ട്, ലെഫ്റ്റിലും റൈറ്റിലായിട്ട് നമ്മൾ മാക്സിമം പ്ലാന്റ്സ് അക്കോമഡേറ്റ് ചെയ്തിട്ട് ഒരു പ്ലാന്റർ ബോക്സ് ആയിട്ട് സെപ്പറേറ്റ് കെട്ടിയെടുത്തിട്ട് ഇതിൽ പ്ലാന്റ്സ് അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റർ ബോക്സിലേക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ട് അതൊക്കെ ഓട്ടോമേഷൻ ചെയ്തതാണ്. മോർണിംഗ് ആയാലും ഈവനിങ് ആയാലും ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ വാട്ടറിങ് നടന്നോളൂ. നമ്മൾ സെപ്പറേറ്റ് ആരെങ്കിലും നനയ്ക്കാനോ അല്ലെങ്കിൽ വാൾവ് ഓപ്പൺ ചെയ്യാനോ ക്ലോസ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ കംപ്ലീറ്റ് ഓട്ടോമേഷനായിട്ട് ചെയ്തോളൂ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അലോക്കേഷൻ, നമ്മളെ നോർമലി യൂസ് ചെയ്യുന്ന പോലെ തന്നെ അലോക്കേഷൻ്റെ ജയൻഡാറോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നമ്മൾ ബാക്ക് സൈഡിൽ. അതൊരു ഹൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ക് സൈഡിൽ അലോക്കേഷൻ ജയൻഡാറോ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് താഴത്തായിട്ട് നമ്മൾ 2 സൈഡിലായിട്ട് നമ്മൾ പീസ് ലില്ലി കൊടുത്തിട്ടുണ്ട്. പീസ് ലില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പീസ് ലില്ലി ബ്രോഡ് ലീഫാണ്. ഇതൊരു സെമി ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാം, പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ലീഫിന് ബേണിങ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മുകളിൽ റൂഫ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സെമി ഇൻഡോർ പ്ലാന്റ് ആണിത്. അതിന് താഴത്തായിട്ട് നമ്മൾ കുറച്ച് കർട്ടൻ ക്രീപ്പേഴ്സ് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് അത് ഇങ്ങോട്ട് താഴത്തേക്ക് തൂക്കിയിട്ടതാണ്. ഇത് കർട്ടൻ ക്രീപ്പേഴ്സ് നമുക്ക് ഒരുവിധം ഹൈറ്റുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ, നമ്മൾ ഈ വീടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കർട്ടൻ ക്രീപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ലഷായി നിൽക്കുന്ന പ്ലാന്റാണ്, വളരെ മെയിൻ്റെനൻസ് കുറഞ്ഞ പ്ലാന്റാണ് ഈ കർട്ടൻ ക്രീപ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതിൻ്റെ ലെഫ്റ്റ് ഏരിയ, ഇവിടെ നമ്മൾ ട്രോപ്പിക്കൽ ലെവലിൽ തന്നെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് കലാത്തിയ ലൂട്ടിയ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിലായിട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അംബ്രല പ്ലാന്റ്, സിപ്പേരസ് ആൾട്ടർനിഫോളിസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലഷായി വളരുന്ന പ്ലാന്റ് ആണ്. നമ്മളിത് വെക്കുന്ന സമയങ്ങളിൽ ഈ മതിലിൻ്റെ താഴത്തായിരുന്നു ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 1 year കൊണ്ടുള്ള ഗ്രോത്ത് ആണ്. ഇന്നിപ്പോൾ നമ്മുടെ ആളുകൾ വന്നിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോയതാണ് ഇവിടെ. പിന്നെ അതിന് താഴത്തായിട്ട് മോൺസ്റ്ററ ഡെലീഷ്യോസ, ഈ ഒരു പ്ലാന്റ് മോൺസ്റ്ററ ഡെലീഷ്യോസ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഫിലോഡൻഡ്രോൺ ബേൾമാക്സ് എന്ന് പറയുന്ന പ്ലാന്റ്. നമുക്ക് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഈ പ്ലാന്റ് ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. നമുക്കൊരു മതിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മതിലൂടെ പടർന്ന് അങ്ങോട്ട് പിടിച്ചിട്ട് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇത് മറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഈ ഫിലോഡൻഡ്രോൺ ബേൾമാക്സ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് കവർ ആയിട്ട് കൊടുക്കാം, നമുക്ക് മതിലിൻ്റെ മുകളിൽ കൊടുക്കാം, പ്ലാന്റർ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ എല്ലാ ഏരിയയിലും ഈ ഫിലോഡൻഡ്രോൺ ബേൾമാക്സ് നല്ലൊരു പ്ലാന്റ് ആണ്. ഒരു മിക്കി മൗസിൻ്റെ ഒക്കെ ഒരു ഷേപ്പ്, മുഖത്തിൻ്റെ ഒരു ഷേപ്പാണ് അതിൻ്റെ ലീഫ് എന്ന് വരുന്നത്. അടുത്തത് ഈ വീടിൻ്റെ ഒരു
കോർട്ട്യാർഡ് അല്ലെങ്കിൽ ഒരു സിറ്റ് ഔട്ട് ഏരിയ. വീട് മുറ്റം എന്ന് പറയുന്ന സാധനം ഇതൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ. അതായത് മാക്സിമം ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കി എടുത്തൊരു ഏരിയ. മെയിൻ അത് കോമ്പൗണ്ട് വാളാണ്, പുറത്തുള്ളത് റോഡ് സൈഡിലുള്ള കോമ്പൗണ്ട് വാളാണ്, അവിടെ ഉള്ളിലുള്ള ഏരിയ. നമ്മളിവിടെ വലിയ പ്ലാന്റ്സുകളെ കൊണ്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മൾ അലോക്കേഷ്യ ജയൻറ്റാറോൻ്റെ ഒരു സിംഗിൾ പ്ലാന്റ് വെച്ചിട്ട് അത് നല്ല വലുതാക്കി എടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ ഫിഡല്ലി ഫിഗ്, ഫൈക്കസ് ലൈറാത്ത എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്. നമുക്ക് ഔട്ട്ഡോറിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇൻഡോറിലൊക്കെ നമുക്കൊരു പോട്ടിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പോട്ടിൽ ചെയ്ത് വെച്ചാൽ മതി. ഒരു സൺലൈറ്റൊക്കെ അത്യാവശ്യത്തിന് വേണ്ട ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇൻഡോറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും മുകളിലൊരു ഓപ്പണിങ്ങും അതല്ലെങ്കിൽ നമ്മളെ ബാൽക്കണി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു ബെസ്റ്റ് പ്ലാന്റാണ്. കണ്ടു കഴിഞ്ഞാൽ തേക്കിൻ്റെ ലീഫ് പോലെ ഉണ്ടാവും, പക്ഷേ ഇതൊരു ഫിഡല്ലി ഫിഗ്, ഫൈക്കസ് ലൈറാത്ത, അതായത് നമ്മളെ ഇൻഡോറിലൊക്കെ വെക്കുന്ന സമയത്ത് നല്ലൊരു എയർ പ്യൂരിഫൈങ് പ്ലാന്റാണ് ഈ ഫൈക്കസ് ലൈറാത്ത എന്ന് പറയുന്ന പ്ലാന്റ്. പിന്നെ ആ ഒരു കോർണറിലായിട്ട് നമ്മൾ ഒരു പ്ലാന്റ്സിനെ കൊണ്ട് ഒരു ലക്ഷ്യമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെലിക്കോണിയ യെല്ലോ ഹെലിക്കോണിയയും അതേപോലെ താഴത്ത് കുറച്ച് സ്പൈഡറിലും വെച്ചിട്ട് ആ ഒരു കോർണർ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഈ ഒരു സെൻട്രലായിട്ട് നമ്മളൊരു ടെർമിനാലിയ ഗ്രീന് കൊടുത്തിട്ടുണ്ട്. ഈ ടെർമിനാലിയ ഗ്രീൻ എന്ന് പറയുന്ന പ്ലാന്റ് നമുക്ക് ഒരു ഔട്ട്ഡോർ പ്ലാന്റ്സിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏരിയ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലാന്റാണ് ഈ ടെർമിനാലിയ ഗ്രീൻ. അതിൻ്റെ വെരിഗേറ്റ് ടൈപ്പ് ഉണ്ട്, പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതാകുമ്പോൾ ഒരു ബഡ്ജറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ടെർമിനാലിയ ഗ്രീൻ എന്ന് പറയുന്നത്. ഇതിന് രണ്ട് സൈഡിലായിട്ട് നമ്മൾ കലാത്തിയ ലൂട്ടിയയും കൊടുത്തിട്ടുണ്ട്. കലാത്തിയ ലൂട്ടിയ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നതിന് പകരം അതൊരു ലഷായിട്ട് ഒരു പർട്ടിക്കുലർ ഓഫ് പ്ലാന്റ്സ് ഒരു 5-6 പ്ലാന്റ്സുകൾ അടുപ്പിച്ച് വെച്ചിട്ട് അവിടെ ലഷാക്കി എടുത്തതാണ് ടെർമിനാലിൻ്റെ രണ്ട് സൈഡ്. കാരണം ഇവിടെ ഏരിയ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഇങ്ങനെ നിരത്തി വെക്കുന്നതിന് പകരം അത്യാവശ്യം ലഷാക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പർപ്പസ്. അടുത്തതാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ, അതായത് നമ്മൾ റോഡിൽ നോക്കുന്ന സമയത്ത് വ്യൂ ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു കാണുന്ന ഒരു ഏരിയ. ഇവിടെ ബാക്ക് സൈഡിൽ വാളിന് പകരം ഇവിടെ സ്ക്വയർ പൈപ്പുകൾ കൊണ്ട് ഇതേപോലെ പാർട്ടീഷൻ പോലെ ചെയ്താണ്. ഇതിൻ്റെ പുറകുവശത്താണ് നമ്മുടെ കോർട്ട്യാർഡ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് പ്ലുമേറിയ ആൽബ വൈറ്റ് ആണിത്. ഇത് നമ്മളൊരു ട്രോപ്പിക്കൽ പ്ലാന്റ്സിൽ വരുന്നൊരു പ്ലാന്റ് ആണിത്. നമ്മൾ ഇതിൻ്റെ ഫ്ലവറിങ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലുമേറിയ ആൽബ. വൈറ്റ് ഫ്ലവർ ഉണ്ടാവും, അതല്ലെങ്കിൽ വേറെ വെറൈറ്റി പിങ്ക് ഫ്ലവറും ഇതിൻ്റെ വെറൈറ്റികളുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ മോൺസ്റ്റർ ഡെലീഷ്യോസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. നമുക്ക് ആ ഒരു പൈപ്പിൻ്റെ മുകളിലോട്ടൊക്കെ പടർത്തി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മോൺസ്റ്റർ ഡെലീഷ്യോസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ താഴത്ത് കൊടുത്തിരിക്കുന്ന ഗ്രാസ് എന്ന് പറയുന്നത് പേൾ ഗ്രാസ് ആണ്, പേൾ ബഫല്ലോ ഗ്രാസ് ആണ്. ഇവിടെ നിലത്ത് കംപ്ലീറ്റ് ആയിട്ട് നിലത്ത് കൊടുത്തിരിക്കുന്നത്. ലോ മെയിൻ്റെനൻസ് പ്ലാന്റ് ആണ്. ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ, നല്ല രീതിയിൽ തണലുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറിയൻ ഗ്രാസ് വിൽക്കുന്നത് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇവിടെ പേൾ ഗ്രാസ് കൊടുത്തിരിക്കുന്നത്. അടുത്തതാണ് ഇവിടെ ഒരു ഫ്രണ്ടിലുള്ള കോർട്ട്യാർഡ്. ഇതിൻ്റെ ടോപ്പിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് സ്ക്വയർ പൈപ്പുകൾ കൊണ്ട് നമ്മൾ റൂഫിങ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ആണ്, ഡയറക്റ്റ് സൺലൈറ്റ് റെയിൻ ഇതൊക്കെ ഡയറക്റ്റ് വരുന്നൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഇവിടെ നമ്മൾ ട്രോപ്പിക്കലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഒരു കോർണറിലായിട്ട് നമ്മൾ ആ ഫ്രണ്ട് വ്യൂന്ന് വരുന്ന നോക്കുന്ന സമയത്ത് കാണുന്നത് അലൊക്കേഷൻ്റെ ബ്ലാക്ക് അലൊക്കേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ്, നമുക്ക് ഔട്ട്ഡോർ വെക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ആയതുകൊണ്ടാണ് ഈ ഒരു കോർണറിൽ അത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് കർട്ടൻ ക്രീപ്പേഴ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ പ്ലാന്റർ ബോക്സിൽ പ്ലാന്റ് ചെയ്തിട്ട് അത് താഴത്തേക്ക് ഹാങ് ചെയ്തിട്ട് ഇട്ടതാണ് അത് കർട്ടൻ ക്രീപ്പേഴ്സ്. അതേപോലെ തന്നെ ആ കോർണറിലായിട്ട് നമ്മൾ മോൺസ്റ്റർ ഡെലീഷ്യോസ് കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. നമുക്ക് ഇപ്പം നിലവിൽ അത് ക്രീപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിൽ തന്നെ ക്രീപ്പ് ചെയ്തതാണ്. അതുകൊണ്ടാണ് അതിങ്ങനെ മാക്സിമം എല്ലാ ഏരിയയിലേക്ക് അത് തന്നെ സ്പ്രെഡായി വന്നോളൂ. അതിന് താഴത്തായിട്ട് നമ്മൾ കുറച്ച് ലഷായിട്ട് കുറച്ച് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തതാണ്. ഇവിടെ കുറച്ച് ബോസ്റ്റൺ ഫേൺസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലാന്റിൻ്റെ പേരാണ് ഫിലോഡൻഡ്രോൺ സെനഡു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു കാണുന്നത്. അത് നമുക്കൊരു ഇൻഡോറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെമി ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അത് അത്യാവശ്യം നല്ല ബുഷായിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഈ ഫിലോഡൻഡ്രോൺ സെനഡു എന്ന് പറയുന്ന പ്ലാന്റ്. അതേപോലെ ഇവിടെ കുറച്ച് അംബ്രല പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടൊരു ഗ്രീൻ ഗാർഡൻ എന്നുള്ള രീതിയിൽ തന്നെ മുകളിൽ ഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിലും വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ ഡയറക്റ്റ് വന്ന് വീഴുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഫ്ലോറിങ് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതും 2x2 സൈസിലെ താണ്ടൂർ സ്റ്റോൺ ആണിത്. ആ ഒരു സൈഡിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കൊടുത്തിരിക്കുന്നതും ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കുമ്മായത്തിൽ വിരിച്ചിരിക്കുന്നതൊക്കെ താണ്ടൂർ സ്റ്റോൺ ആണ് ഇവിടെ. അതേപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ട് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേറെ ബേബി ചില്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൗണ്ട് കവർ ആയിട്ടൊന്നുമില്ല. കംപ്ലീറ്റ് നാച്ചുറൽ സോയിൽ തന്നെ ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. സെൻട്രലായിട്ട് തന്നെ നമ്മളെ ഫൈബർ പോട്ടുകളുണ്ട്. അതായത് സെറാമിക് അല്ല, അതൊരു ഫൈബർ പോട്ടാണ്. അത് ഹോളില്ലാത്തൊരു പോട്ടായതുകൊണ്ട് അതിൽ കുറച്ച്
വെള്ളം നിറച്ചിട്ട് അതിൽ ഫിഷിനെ ഇട്ടിരിക്കുന്നത്. ഈ കൊതുകുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും അതിൽ ഗപ്പി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൊതുകുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് ഈ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിലുള്ള ഒരു ലിവിംഗ് റൂം ഒക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ താഴത്തുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. നമ്മൾ കംപ്ലീറ്റ് മുകളിലോട്ട് നീക്കി കാണാം, ഓപ്പണിംഗ് അല്ല, മുകളിൽ ഗ്ലാസ് ഇട്ടൊരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ താഴത്തായിട്ട് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വരാത്തൊരു ഏരിയ ആണ് ഇവിടെ. അതായത് സൺലൈറ്റ് ഉണ്ടെങ്കിൽ പോലും അതിനൊരു ഡയറക്റ്റ് ആയിട്ടല്ല, ആ ഗ്ലാസിന് ത്രൂ വരുന്ന സൺലൈറ്റ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടാനുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് സെമി ഇൻഡോർ പ്ലാന്റ്സുകൾ മാത്രമേ ഇവിടെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫിലോഡോണ്ടൺ ബേൾമാക്സ്. ഇത് നമുക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. സെമി ഷെയ്ഡ് മതി, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടാത്തൊരു പ്ലാന്റ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഗ്രൗണ്ട് കവറിലോ അല്ലെങ്കിൽ നമുക്ക് ക്രീപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു പ്ലാന്റ് കൊടുത്താൽ മതി. അതിനോട് തൊട്ടടുത്ത് തന്നെ പീസ് ലില്ലിൻ്റെ ബ്രോഡ് ലീഫാണ് കൊടുത്തിരിക്കുന്നത്. അതേ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിലോഡോണ്ടൺ ബേൾമാക്സ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കോർണറിലായിട്ട് നമ്മൾ റാഫിസ് പാം കുറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയയിലൊക്കെ നമ്മൾ ബോസൺ ഫേൺ വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അടുത്താണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫ്രണ്ടിലെ റോഡ് സൈഡിലേക്ക് കാണുന്ന ഒരു വ്യൂ ഉള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ നമുക്ക് മുകളിൽ തന്നെ സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു പ്ലാന്റർ ബോക്സ്, ഒരു എൽ ഷേപ്പിലൊരു പ്ലാന്റർ ബോക്സുകളുണ്ട്. അപ്പോൾ അതിനെപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിലും ഒരു റെക്റ്റാങ്കിൾ പ്ലാന്റർ ബോക്സുകളുണ്ട്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ലഷായിട്ട് നമ്മൾ താഴത്ത് യൂസ് ചെയ്ത സെയിം പ്ലാന്റുകൾ തന്നെ ഈ ഒരു എൻഡിൽ നോക്കിയാൽ ബോസ്റ്റൺ ഫേൺ കാണാം. അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ റാഫിസ് പാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് ഫിലോഡോണ്ടൺ ബേൾമാക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സിങ്കോണിയം, ഗ്രീൻ സിങ്കോണിയം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഏരിയയിൽ സെയിം പ്ലാന്റുകളും മിക്സ് ഓഫ് പ്ലാന്റ്സുകളും വെച്ചിട്ട് സനഡോ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് നമ്മൾ അലോക്കേഷ്യ ജയൻഡാറ കൊടുത്തിട്ടുണ്ട്. ഈ കോർണറിലായിട്ട് നമ്മൾ അംബ്രല്ല പ്ലാന്റ്, അതായത് സിപ്പേരസ് ആൾട്ടർനേഫോളിസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ താഴത്തുള്ള ആ ഒരു കോർട്ട് യാർഡിലേക്ക് നമ്മൾ കർട്ടൻ ക്രീപ്പേഴ്സ് തൂക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്ലാന്റ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് അത് താഴത്തേക്ക് തൂങ്ങി വരുന്നത്. മുകളിൽ അതേപോലെ തന്നെ നമ്മൾ ആ പ്ലാന്റർ ബോക്സുകളിൽ ഈ പ്ലാന്റ് ചെയ്തിട്ട് താഴത്തേക്ക് തൂക്കിയിട്ടതാണ് ഈ ഒരു കാണുന്ന കർട്ടൻ ക്രീപ്പേഴ്സ്. ഇപ്പോൾ റോഡിൽ നിന്ന് കാണുന്ന വ്യൂ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ കാണുന്ന സമയത്ത് ഇവിടെ കംപ്ലീറ്റ് പ്ലാന്റ്സുകൾ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കുള്ള പ്ലാന്റർ ബോക്സിലേക്കുള്ളതും ഇറിഗേഷൻ കാണുന്നത് ഈ ഒരു കണക്ഷനിലാണ് നമ്മൾ ഇതിൻ്റെ ഇറിഗേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എല്ലാ ഏരിയയിലും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലത്തെ റെയിൻബേഡിൻ്റെ ചെറിയൊരു ഓട്ടോമാറ്റഡ് മെഷീൻ വെച്ച് കൊടുത്തതാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ നമുക്ക് വാട്ടറിങ് എത്ര ടൈമിൽ സെറ്റ് ചെയ്യാം, അതേപോലെ തന്നെ മോർണിംഗ് എത്ര ടൈം വേണം, ഈവനിങ് എത്ര ടൈം വേണം എന്നൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഇതിൻ്റെ ചാർജ് തീരുന്നത് വരെ ഇതിൻ്റെ ഓട്ടോമേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മെഷീന് നോക്കിക്കോളും. അടുത്തതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബെഡ്റൂമിൽ ഡയറക്റ്റ് വരുന്നൊരു ബാൽക്കണിയാണ് ഇവിടെ. നമുക്ക് ഓപ്പണിംഗ് ആണ് ഇവിടെ. ഇവിടെ ഒരു ജസ്റ്റ് ഒരു സിറ്റിംഗ് ചെയർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഒരു പ്ലാന്റർ ബോക്സ്, നമുക്ക് പുറത്തേക്ക് വ്യൂ ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ. ഈ പ്ലാന്റർ ബോക്സിൽ നമ്മൾ സെയിം അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു കോർണറിലായിട്ട് അലോക്കേഷ്യ ജയൻഡാറ കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് കുറച്ച് ഗ്രൗണ്ട് കവറായിട്ട് ഫേൺസും അതേപോലെ തന്നെ ബേൾമാക്സും വെച്ചിട്ടൊരു കംപ്ലീറ്റ് ഒരു കവർ ചെയ്തോട് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് കുറച്ച് പീസ് ലില്ലി ഗ്രൗണ്ട് കവറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് കലാത്തിയ ലൂട്ടിയ, കുറച്ച് ഹൈറ്റുള്ള ഒരു പ്ലാന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കലാത്തിയ ലൂട്ടിയ കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് കുറച്ച് സ്പൈഡർ ലില്ലി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ കോർണറിലായിട്ട് റാഫിസ് പാം, അതേപോലെ ഫിംഗർ പാം കൊടുത്തിട്ടുണ്ട്. ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് കൊടുത്തത്. നമ്മൾ ഒരു ഈവനിങ് ടൈമൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്തൊക്കെ വളരെ ഒരു പീസ്ഫുള്ളായിട്ട്, അധികം ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ഉള്ളോട്ട് വരാൻ, ഈ ഒരു പ്ലാന്റ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചെയറിലൊക്കെ ഇരുന്ന് നല്ല മനോഹരമായിട്ട് നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നൊരു ബെഡ്റൂമിലുള്ളൊരു ബാൽക്കണി. അടുത്തത് നമ്മൾ ഈ വീടിൻ്റെ കാർ പോർച്ച് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു സ്റ്റെപ്പിന് റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു പ്ലാന്റർ ബോക്സ് കെട്ടിയെടുത്തിട്ട് അതിനുള്ളിൽ നമ്മൾ കുറച്ച് റാഫിസ് പാമും അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ കുറച്ച് ഫിലോഡോണ്ടൺ ബേൾമാക്സും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കവറിലായിട്ട് കുറച്ച് പേൾ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഈ ഒരു കോർണറിലായിട്ട് കുറച്ച് സിങ്കോണിയ ഗ്രീനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് താണ്ടൂർ സ്റ്റോണിൻ്റെ 30 mm ആണ്. ഈ ബാക്ക് സൈഡിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റിങ് സ്റ്റോൺ ഏരിയ ഇട്ടിട്ടില്ല. കുറച്ച് ഏരിയയിലൊക്കെ നമുക്ക് പ്ലാന്റർ ബോക്സുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ വാക്ക് വേ ആയിട്ട് കംപ്ലീറ്റ് ഇപ്പോൾ 2 feet 2 സ്റ്റോൺ വെച്ചിട്ട് 4 feet നമ്മൾ അറേഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇവിടെ 30 mm സ്റ്റോൺ കോൺക്രീറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട് ഏരിയയിൽ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഡെക്കറേറ്റീവ് പ്ലാന്റ്സ് ആണ്. ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ലഷ് പ്ലാന്റ്സ്, ലഷ് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിൽ നമ്മൾ പ്ലാന്റിങ് ഏരിയ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സുകൾ കൊണ്ടാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ റെഡ് ജാക്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിൽ. ഇത് നമുക്ക് അത്യാവശ്യം ഹൈറ്റ് പോകുന്നൊരു പ്ലാന്റ് ആണ്. അത്യാവശ്യം വീടിനൊക്കെ നമുക്ക് വെയിലടിക്കുന്ന സമയത്ത് നമുക്ക് തണൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്.
റെഡ് ജാക്ക് തന്നെ നമുക്ക് ചെറിയ സൈസ് ഡോർഫ് ടൈപ്പ് ബഡ് വെറൈറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് കുറച്ച് ഹൈറ്റ് പോകുന്ന വെറൈറ്റിയാണ് ഈ റെഡ് ജാക്ക്. ഈ ഒരു ചെടി കൊടുത്തിരിക്കുന്നത് നമ്മളൊരു 2x2 സൈസിലുള്ള സ്റ്റോൺ എടുത്തിട്ട് അതിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് വളങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം. നമ്മളിതിൻ്റെ വളം ചെയ്തിരിക്കുന്നതൊക്കെ ആ ഒരു ഗ്യാപ്പിലാണ് വളം ചെയ്തിരിക്കുന്നത്. വാട്ടറിംഗ് ഒക്കെ ഇതിലേക്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ റംബുട്ടാൻ N18 കൊടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ നമ്മൾ അധികം ഹൈറ്റ് പോകുന്ന ഒരു പ്ലാന്റ് അല്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതിലിപ്പോൾ കായ്ച്ചിട്ടുണ്ട് സൈഡിൽ. ഈ ഒരു സൈസ് തന്നെ ഈ പ്ലാന്റ് കായ്ക്കുന്ന ഒരു പ്ലാന്റാണ് റംബുട്ടാൻ N18 എന്ന് പറയുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ സപ്പോർട്ട കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ അടുത്തൊരു ഫംഗൽ അറ്റാക്ക് വന്നിട്ട് ഇതിൻ്റെ സ്റ്റെമ്പ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അടുത്തടുത്ത് പ്ലാന്റ്സുകൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ലീഫിൻ്റെ മുകളിൽ ഫംഗൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സപ്പോർട്ടിൻ്റെ ഒക്കെ മുകളിൽ പ്രത്യേകിച്ച് വരുന്നൊരു സാധനമാണ് ഈ ഫംഗൽ അറ്റാക്കുകൾ. അപ്പോൾ അത്തരം സമയങ്ങളിൽ നമ്മളെ ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് അത് പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്തിട്ട് അതിൽ ഫംഗിസൈഡൊക്കെ ചെയ്തിട്ട് അത് വൃത്തിയായി കൊടുക്കുന്നതാണ്. സപ്പോർട്ടിൻ്റെ മുകളിൽ നമ്മൾ പ്രൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഇപ്പം ഹൈറ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നിൽക്കുന്നത്. ഇത് ഈ പ്ലാന്റുകളൊക്കെ ഒരേ സമയം പ്ലാന്റ് ചെയ്ത പ്ലാന്റുകൾ. ഇവിടെയായിട്ട് നമ്മൾ മാംഗോ ഹിമപ്പസന്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊരു അധികം ഹൈറ്റ് പോകുന്നൊരു പ്ലാന്റ് അല്ല, ഒരു ഡോർഫ് വെറൈറ്റി ആണിത്. പെട്ടെന്ന് തന്നെ അതിൽ കായ്കൾ വരുന്നൊരു പ്ലാന്റാണിത്. അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ മാംഗോസ്റ്റീൻ കൊടുത്തിട്ടുണ്ട്. ഈ മാംഗോസ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെമി ഷെയ്ഡ് വേണം. കാരണം ഇതിൽ ഡയറക്റ്റ് സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ലീഫിലൊക്കെ ഒരു ബേണിങ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഷെയ്ഡ് ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വളരുന്ന ഒരു പ്ലാന്റ് ഈ മാംഗോസ്റ്റീൻ എന്ന് പറയുന്നത്. നമ്മൾ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഈ മാംഗോസ്റ്റീൻ. ഈ ഒരു കോർണറിൽ ഇത് ഈ മാംഗോസ്റ്റീൻ കൊടുക്കാനുള്ളതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് ഇവിടുന്ന് വെയിൽ വരാനില്ല. ഈ ഏരിയ കാരണം എപ്പോഴും തണലുള്ള ഒരു ഏരിയയാണ്. ഓപ്പോസിറ്റ് സൈഡും ആ സൈഡിലൊക്കെ വീടുകളുള്ളതുകൊണ്ട് ഇതൊരു അധികം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്ത ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ മാംഗോസ്റ്റീൻ വെച്ചിരിക്കുന്നത്. അടുത്തത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് വീടിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നതിന് പകരം ഇതേപോലെ നമ്മൾ ഗ്രില്ല് വെച്ച് കൊടുത്തിട്ട് താഴത്ത് നമ്മൾ ക്യാറ്റ്സ് ക്ലോ ക്രീപ്പർ പടർത്തി വിട്ടതാണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ മുകളിലോട്ടൊക്കെ. അപ്പോൾ അതൊരു കുറച്ച് ഇയർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഒരു പാർട്ടീഷനായിട്ട് പ്രൈവസി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിക്കോളും. നമ്മൾ ഈ വീട്ടിൻ്റെ ഇറിഗേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ കംപ്ലീറ്റ് ഇവിടുത്തെ ഇറിഗേഷൻ ലൈൻ കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം, അതായത് ഇതിൻ്റെ പ്ലംബിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ സൈഡിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഏരിയയിലേക്കും സെപ്പറേറ്റ് ലൈനുള്ള ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ലൈനിലും നമുക്ക് റെയിൻബേർഡിൻ്റെ സെപ്പറേറ്റ് ചെറിയ ചെറിയ ടൈമർ മെഷീൻ വെക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഈ കാണുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് റെയിൻബേർഡിൻ്റെ ഇപ്പം ഈ ഒരു പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്ഡോറിലേക്കുള്ള കംപ്ലീറ്റ് ഇറിഗേഷൻ്റെ പൈപ്പ് ലൈനാണ് ഈ ഒരു പൈപ്പ് ലൈൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റെയിൻബേർഡിൻ്റെ ടൈമർ മെഷീൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ടൈമും നമുക്ക് മോർണിംഗ് ആണോ ഈവനിങ് ആണോ ഒക്കെ എന്നുള്ളത് സെപ്പറേറ്റ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബട്ടൺ ഓട്ടോമാറ്റിക്കലി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മോർണിംഗ് ഈവനിങ് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും 10 മിനിറ്റ്സ് വേണമെങ്കിൽ 10 മിനിറ്റ്സ് കൊടുക്കാം, 15 മിനിറ്റ്സ് വേണമെങ്കിൽ 15 മിനിറ്റ്സ് കൊടുക്കാം, 1 അവർ വേണമെങ്കിൽ 1 അവർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഇറിഗേഷൻ ലൈന് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു റെയിൻബേർഡിൻ്റെ ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മളായിട്ട് തന്നെ ഇതിൻ്റെ പ്രൊഫഷണലി ചെയ്യുന്ന ആളുകളുണ്ട്. അവർ വന്നിട്ട് ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ഇൻ കേസ് എന്തെങ്കിലും മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആളുകൾ വന്നിട്ട് കറക്റ്റ് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ എങ്ങനെ വളരെ മനോഹരമായിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ വീടിന് സ്ഥലം വളരെ കുറവായിരിക്കും, സിറ്റിയിലൊക്കെ ഉള്ള വളരെ സ്ഥലം കുറഞ്ഞ ഏരിയ ആയിരിക്കും, പക്ഷേ വളരെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർഡ് ലാൻഡ്സ്കേപ്പായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ പ്രൊഫഷണൽ ടീം വന്ന് നിങ്ങളുടെ ഏരിയ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ മെയിൻ്റെനൻസും പ്രോപ്പറായിട്ട് 2 മന്ത് കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മന്ത് കൂടുമ്പോഴോ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പം ഇത്തരം ലാൻഡ്സ്കേപ്പ് ഡിസൈനിന് വേണ്ടിയിട്ടും അതേപോലെ ഭാവിയിലേക്ക് എന്തെങ്കിലും ലാൻഡ്സ്കേപ്പ് സംബന്ധമായിട്ടുള്ള എൻക്വയറീസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് കാർഡ് ലാൻഡ്സ്കേപ്പിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്.